ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സർവീസിന് വന്നിട്ടുള്ളത് ഡൈനടെക്കിൻ്റെ ഒരു HD-A50 എന്ന് പറയുന്നൊരു ആക്റ്റീവ് സ്പീക്കറാണ്. കസ്റ്റമറിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞേക്കുന്നത് ഇതിൻ്റെ HF ഔട്ട്പുട്ട് ഓക്കെയാണ്, പക്ഷേ LF ഇടയ്ക്കിടയ്ക്ക് വിട്ട് കേൾക്കുന്നുള്ളൂ. അതതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ നമുക്കിത് ആദ്യം അഴിച്ചെടുക്കാം. ഇതിൻ്റെ ആംപ്ലിഫയർ മട്ടിൽ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ 2 ആംപ്ലിഫയറാണ് വരുന്നത്. HFന് ഒരു ആംപ്ലിഫയർ, LFന് ഒരു ആംപ്ലിഫയർ. ഔട്ട്പുട്ട് പോകുന്ന കണക്ഷനിൽ നെഗറ്റീവ് കോമൺ ആണ് രണ്ടിൻ്റെയും. ആംപ്ലിഫയർ മൊഡ്യൂളിൽ നമ്മൾ പവർ കണക്ട് ചെയ്തിട്ട് സ്പീക്കറൊക്കെ കൊടുത്ത് ഒരു ട്രാക്ക് ഇട്ട് നോക്കി, പക്ഷേ LFന് ഔട്ട്പുട്ടൊന്നുമില്ല. HF കേൾക്കുന്നുണ്ട്. എന്തായാലും LFൻ്റെ ആംപ്ലിഫയറിൻ്റെ ബോഡി കംപ്ലയിൻറ്റ് കൺഫേം ആണ്. അപ്പം LFൻ്റെ ആംപ്ലിഫയറിൽ ഒന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഇത് ഇടയ്ക്കിടയ്ക്ക് വിട്ട് കേൾക്കുന്നതുകൊണ്ട് മോസ്ഫെറ്റ് ഷോർട്ടായെന്ന് പറയാൻ പറ്റത്തില്ല. ഏതെങ്കിലും ട്രാൻസിസ്റ്റർ ലീക്കായിട്ടും അല്ല അങ്ങനെ വരാം. പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടി റിലേ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ റിലേ അടിച്ചില്ലെങ്കിൽ ഈ പ്രശ്നം വരാം. അത് പ്രോപ്പറായിട്ട് ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ആംപ്ലിഫയറിൻ്റെ ബോർഡ് സെക്ഷനൊന്നും പവർ ആംപ്ലിഫയർ സെക്ഷനൊന്നും കംപ്ലയിൻ്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ റിലേ അടിച്ച് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ആംപ്ലിഫയറിൻ്റെ സെക്ഷന് കുഴപ്പമൊന്നുമില്ല, മോസ്ഫെറ്റ് കാര്യങ്ങളൊന്നും ഷോർട്ടൊന്നുമില്ല, ട്രാൻസിസ്റ്ററൊന്നും ലീക്കില്ലെങ്കിൽ റിലേ അടിക്കണം. അങ്ങനെ റിലേ അടിക്കുന്നില്ലെങ്കിൽ ഒന്നെങ്കിൽ റിലേക്ക് സപ്ലൈ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് എവിടെയെങ്കിലും ഒരു ലെസ് ഹോൾഡർ കാണും. അപ്പോൾ ഒന്നെങ്കിൽ അങ്ങനെ വരാം. അല്ലെങ്കിൽ ഇതിൻ്റെ LFനും HFനും പ്രീ ആംബിൽ നിന്ന് ഔട്ട്പുട്ട് വരുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ്. HFന് ഒരു ഔട്ട്പുട്ടും LFന് ഒരു ഔട്ട്പുട്ട് പവർ ആംബിലോട്ട് വരുന്ന പ്രീ നിന്ന്. അപ്പം അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ വരാം. അപ്പം നമ്മൾ നേരെ സാധനം അങ്ങോട്ട് ട്രാൻസ്ഫോമറിൻ്റെ അതിൻ്റെ മേളിൽ ട്രാൻസ്ഫോമർ അഴിച്ചു കഴിഞ്ഞാൽ ബോർഡ് നമുക്ക് ഇതുപോലെ കിട്ടും. അതിട്ട് ഓരോ സപ്ലൈയും ചെക്ക് ചെയ്യും. സപ്ലൈ എല്ലാം ഓക്കെ ആണെങ്കിൽ വേറെ കുഴപ്പം ഷോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ റിലേയുടെ അവിടെയാണ് സാധാരണ പ്രശ്നം വരാറ്. ഒന്നെങ്കിൽ റിലേയുടെ ഏതെങ്കിലും ലീഡ് വല്ലതും ലെസ് ഹോൾഡറായിട്ട് ഇരിക്കുമായിരിക്കും, അല്ലെങ്കിൽ അത് സ്വിച്ച് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ ഏതെങ്കിലും പോയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററിന് എന്തെങ്കിലും ലെസ് ഹോൾഡർ കാണാം. അതുകൊണ്ട് സപ്ലൈയിലോട്ട് വന്ന് ആ സപ്ലൈ കൊടുക്കുന്ന റെസിസ്റ്ററിന് അവിടെ എന്തെങ്കിലും ഇത് കാണാം, ലെസ് ഹോൾഡർ കാണാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വരാറാണ്. നമുക്ക് ഇത്ര നാളും വന്നതിൽ റിലേയുടെ ആണ് ഇങ്ങനൊരു പ്രശ്നമാണ് വരാറുള്ളത്. ബാക്കി പിന്നെ അല്ലാതെ വരുന്നതെല്ലാം കത്തിയും കരിഞ്ഞും ഓണാവാതെയും എല്ലാം ഇട്ടാണ് വരുന്നത്. ഇങ്ങനെ ഓണായി വേറെ കുഴപ്പമൊന്നുമില്ല, സപ്ലൈ എല്ലാം ഓക്കെ ആണെങ്കിൽ ലെസ് ഹോൾഡർ ആവാനാണ് സാധ്യത കൂടുതൽ. സംഭവം അത് തന്നെ. റിലേയുടെ അവിടെ ഒരു റെസിസ്റ്റർ ലെസ് ഹോൾഡറാണ്, അതുകൊണ്ടാണ് സംഭവം കേൾക്കാതിരുന്നത്. അത് ഇടയ്ക്ക് ഒന്ന് കേൾക്കും, ഇടയ്ക്ക് പോവും, ഇടയ്ക്കൊന്ന് കേൾക്കും, ഇടയ്ക്ക് പോവും. ആ ലെസ് ഹോൾഡർ കാരണമാണ് സംഭവം കേൾക്കാതിരുന്നത്. കുറച്ച് ഫ്ലെക്സ് കേൾക്കുക, ടൈറ്റായിട്ട് സോൾഡർ ചെയ്യുക, സ്പീക്കർ കണക്ട് ചെയ്യുക, പാട്ടിടുക, പരിപാടി കഴിഞ്ഞ്. സംഭവം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയുള്ള പരിപാടി കഴിഞ്ഞ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.